എൻ്റെ ഒരു ജോലിക്കാരനാണ്. ഓനക്ക് 2 പെങ്ങന്മാരും ഒരു അമ്മയും മാത്രമേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരനായ ജോലിക്കാരന്റെ കാല് മുറിഞ്ഞു പോയതാ. ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലുകാര് 90,000 രൂപയോളം നമ്മളടുത്ത് വാങ്ങിയതിന് ശേഷം ഇന്ന് ആ ചെറുപ്പക്കാരന്റെ കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. ഒരു ഇരയെ ഒത്തുകിട്ടിയാൽ അവരുടെ കുടിക്കടം പകർത്ത് കുഴിക്കൂറ് മാന്തുന്ന മാഫിയ പ്രവർത്തനമാണ് പല സ്വകാര്യ ആശുപത്രികളിലും നടക്കുന്നത് എന്ന അഭിപ്രായത്തിന് സമൂഹത്തിൽ വളരെയേറെ സാക്ഷ്യങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു രോഗിയോട് ഒരു സ്വകാര്യ ആശുപത്രി പെരുമാറിയതിൻ്റെ നേരനുഭവമാണ് കോഴിക്കോട് കണ്ടത്. തൊണ്ടയാട് ബൈപ്പാസിനരികിലുള്ള സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്ക് ഈ ആംബുലൻസിൽ വരുന്ന രോഗിക്ക് നേരിടേണ്ടി വന്നത് ആശുപത്രി അധികൃതരുടെ മനുഷ്യത്വഹീനമായ നടപടികളും പെരുമാറ്റങ്ങളുമാണ്. ഗോവയിൽ വെച്ച് ജോലിക്കിടയിൽ വുഡ് കട്ടിംഗ് മെഷീനിൽ നിന്ന് കാലിന് ആഴത്തിൽ മുറിവേറ്റ നബിൻ ഗോപാൽ വിദഗ്ധ ചികിത്സ തേടിയാണ് ഇവിടെ എത്തിയത്. ശസ്ത്രക്രിയ ഉൾപ്പെടെ പരിക്ക് ഭേദമാവുന്നതിനാവശ്യമായ ചികിത്സയ്ക്ക് പാക്കേജ് പറഞ്ഞ ആശുപത്രി അധികൃതർ നബിൻ ഗോപാലിനെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ ആരംഭിച്ചു. 65,000 രൂപ കച്ചവടം പറഞ്ഞുറപ്പിച്ച ആശുപത്രി അധികൃതർ പ്രാഥമിക ശസ്ത്രക്രിയ മാത്രം നടത്തി വാക്വം മെഷീൻ ഘടിപ്പിച്ച് നബിനെ പറഞ്ഞയച്ചു. 65,000 പറഞ്ഞു തുടങ്ങിയ ചികിത്സ കഴിഞ്ഞപ്പോൾ ബില്ല് വന്നത് 90,000-ഓളം രൂപ. അത്രയും ബില്ലടച്ച് പുറത്തു വന്ന രോഗിയുടെ മുറിവ് മാറ്റിക്കെട്ടാൻ പോലും വീണ്ടും പണമടയ്ക്കണമെന്നും തുടർന്നുള്ള ചികിത്സയ്ക്ക് 70,000 രൂപ കൂടി ഒടുക്കണമെന്നും ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. ഇതോടെ തന്റെ തൊഴിലാളിയായ നബിൻ ഗോപാലിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന മനാഫ് ആശയക്കുഴപ്പത്തിലായി. പൂർണ്ണമായ ചികിത്സയ്ക്ക് പാക്കേജ് പറഞ്ഞ് ഏറ്റെടുത്ത രോഗിയെ വഴിയിൽ കളയുന്ന നടപടിയുമായി ആശുപത്രി അധികൃതർ മുന്നോട്ടു പോയപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ തന്നെ മനാഫ് തീരുമാനിച്ചു. എന്നാൽ തീർത്തും നിഷേധാത്മക സമീപനമാണ് ആശുപത്രി അധികൃതരിൽ നിന്നുണ്ടായത്. പറഞ്ഞ വാക്ക് പാലിക്കാൻ വിസമ്മതിച്ച ആശുപത്രി അധികാരികൾ കൂടുതൽ പണമടയ്ക്കാതെ ചികിത്സ തുടരാനാവില്ലെന്ന നിലപാട് ആവർത്തിച്ചു. പോലീസിൽ പരാതി കൊടുത്തിട്ടും ഫലമില്ലെന്ന് വന്നതോടെ രോഗിയെയും കൊണ്ട് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മനാഫ്. ഇനി ഇയാൾക്ക് തുടർന്ന് ചികിത്സ ആവശ്യമാണല്ലോ. അല്ല, ഇനിയിപ്പോ ഞങ്ങൾ മറ്റൊരു ഇതിലേക്ക് കൊണ്ടുപോകേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് സ്റ്റേഷനിൽ പരാതി എല്ലാ ഇതിലും ഞങ്ങൾ പരാതി കൊടുത്തതാണ്. ഇനി സാറ് വേറൊരു കാര്യം കാണോ, ഓരോ കാലിന്റെ അവസ്ഥ ഒരു മനുഷ്യന്റെ കാലാണ് ഇപ്പൊ. ഞങ്ങൾ സംസാരിച്ചപ്പോ കണ്ടോണം കുടിക്കുമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഒരു പേഷ്യന്റ് ഇപ്പൊ ഒരു അറവശാലയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അറവശാല കോഴിക്കോട്ടുകാരെ ഇനി ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങൾ ഇതിൽ വന്ന് പെടാൻ പാടില്ല. അതാണ് ഇനിയത്തെ ഒരു ആവശ്യം. കണ്ടോളം കൂട്ടിക്ക് ഗുണ്ടായിസ പാടില്ലല്ലോ. ഇവിടെ ഒരു എന്താ പറയാലോ, ഒരു അങ്ങനല്ലേ പറയേണ്ടത്. ഇവരെന്താ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ നമ്മൾ അങ്ങനെ യാതൊരു പ്രതിഷേധം ഇവിടെ ഇല്ല. ലോൺ എടുത്തിട്ട് സ്വർണ്ണം പണയം വെച്ച് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോവാ. വേറെ എന്ത് ചെയ്യാനാ? അപ്പൊ ഇനി ഉണ്ടാവരുത്. പാവപ്പെട്ട ജനങ്ങൾ ഇതിൽ വന്ന് ഇനി വീഴാൻ പാടില്ല. ഇവര് അറവശാല ഇവര് വേറെ എന്തെങ്കിലും പരിപാടി നടത്തിക്കോട്ടെ. ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ കാലിന്റെ അവസ്ഥ. യഥാർത്ഥ അവസ്ഥ ഇതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞുള്ള സീൻ ഇതാണ്. അതായത് ഇവിടുന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ 2 ഞരമ്പ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള മാംസം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ് ഈ സാധനം സെറ്റ് ചെയ്യാനുള്ളതിലുള്ളപ്പോൾ പിക്ക് എടുക്കണതാണ്. കാരണം ഞാൻ അങ്ങനെ തലപ്പൊക്കെ നോക്കുമ്പോൾ അവർ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുന്നത്. അതിൽ നിന്നും മേടിച്ചൊരു പിക്കാണ്. ഇതാണ് ആ പടം നമുക്ക് ചെയ്തത്. ഇനി ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെങ്കിലാണ് 75,000. ബില്ലിലൊക്കെ ഒരു പ്ലാസ്റ്റിക് സർജറി എമൗണ്ട് ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി 12,000 രൂപ എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ചെയ്യാത്ത ഓപ്പറേഷൻ പ്ലാസ്റ്റിക് സർജറി നിങ്ങൾക്ക് ആ ബില്ല് പരിശോധിക്കാം. ആ ബില്ലിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ബാക്കി കേസുകെട്ടും ഞാൻ റൂമിലാണ് എത്താൻ അറിയത്തില്ല. ബാക്കി എല്ലാ കേസുകെട്ടും മനാഫിക്കാണ്. നമ്മളെ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ഭാവി തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാല് ഊരിപ്പോകുന്ന വേദന നമ്മുടെ അറിയാമല്ലോ. ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് കാലിരിക്കുന്നത്. ഇപ്പൊ 2 ലക്ഷം രൂപയുടെ ഒരു വാക്യൂം മെഷീൻ അതും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡെയിലി 1000 രൂപ വെച്ചാണ് അതിന്റെ റെന്റ്. ഒരു ജോലിക്കാരനാണ്. ഓനക്ക് 2 പെങ്ങന്മാരും ഒരു അമ്മയും മാത്രമേ ഉള്ളൂ.
ഈ ചെറുപ്പക്കാരനായ ജോലിക്കാരന്റെ കാല് മുറിഞ്ഞു പോയതാ. ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലുകാര് 90,000 രൂപയോളം നമ്മളടുത്ത് വാങ്ങിയതിന് ശേഷം ഇന്ന് ആ ചെറുപ്പക്കാരന്റെ കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട്. നിവൃത്തി ഉണ്ടെങ്കിൽ ഈ തരത്തിലൊരു പ്രതിഷേധം എന്തായാലും സംഘടിപ്പിക്കൂല. അത്രമാത്രം ഈ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുടെ കാല് ഇനി ഒരു തരത്തിലും നന്നാവാത്ത രൂപത്തിലാക്കി ഇട്ടുകയാണ്. ഇനി ഇവിടുന്ന് ചികിത്സ നടത്തണം എന്നുണ്ടെങ്കിൽ ഇനി വലിയൊരു എമൗണ്ട് ഇനി കൊടുക്കണമല്ലോ. 65,000 രൂപക്ക് കാലിന്റെ എല്ലാ പ്ലാസ്റ്റിക് സർജറി അടക്കം ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക് സർജറിക്ക് വേറെ പണവും പ്ലാസ്റ്റിക് സർജറി ചെയ്യാത്ത ചികിത്സക്ക് വരെ പണം ഉണ്ടാക്കുകയാണ്, ബില്ലിട്ട് തന്നിക്കുക. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ ഇത് എന്തിനൊക്കെ ബില്ലിടണമെന്നുള്ളത്. പല രീതിയിലുള്ള സ്റ്റാർ കെയറിന്റെ പറ്റിക്കലാണ് ഇപ്പൊ ഈ നടന്നത്. ഈ ചെറുപ്പക്കാരന്റെ ഭാവി പോയി, ഇനി ഒരു കുടുംബം പോറ്റേണ്ട ആളാണ്. അപ്പൊ ഇതിനെതിരെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രതിഷേധിക്കണമല്ലോ. ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെതിരെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുത്തിരുന്നൊരു സമരം ചെയ്യാന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി ഇത്രയും വലിയ മണിമാളികമായി കെട്ടിയിട്ട് അതിന്റെ ഉള്ളിലുള്ള ആളോട് സംസാരിക്കാൻ പോകുമ്പോ ഗുണ്ടകളുമായിരിയാണ് പെരുമാറുന്നത്. ഗുണ്ടായിസാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പൊ എന്താ പറയുക, ഒരു സ്ഥാപനം നശിപ്പിക്കാന്ന് പറഞ്ഞത് ഒരു ഉദ്ദേശമില്ല. പക്ഷെ ഒരു പാവപ്പെട്ടവന്റെ ജീവിതം താറുമാറാക്കിയിട്ട് അതിനെതിരെയാണ് ഈ പ്രതിഷേധം. സമാധാനപരമായ പ്രതിഷേധം ഈ ഒരു കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട്. അത് ആളെ കാലം നോക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ ആ രോഗിയോട് ചോദിക്കാതെ ഒരു മെഷീനും ഫിറ്റ് ചെയ്തിട്ട് ആ രോഗിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ചീഞ്ഞലിഞ്ഞ് ചലമായിട്ട് കിടക്കുകയാണ്. അത് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലും 75,000 രൂപയാണ് ഇനി അടുത്ത പ്രൊസീജിയറിനല്ലോ. ഈ ഘട്ടങ്ങളൊന്നും പറയാതെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്താക്കി ചികിത്സക്ക് ഉൾപ്പെടുത്തി ഇവിടെ ചികിത്സക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഏകദേശം 90,000 രൂപയുടെ അടുത്ത് വാങ്ങിയും ചെയ്ത് 65,000 വീട്ടിലേക്ക് നടന്നു പോവാന്ന് പറഞ്ഞ് രോഗിന്റെ അടുത്ത് ഇപ്പൊ 90,000 രൂപയോളം വാങ്ങിയിട്ട് ഇവരിപ്പൊ എന്താ ചെയ്യണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രോഗിനെ ഇപ്പൊ നോക്കാൻ കഴിയൂലല്ലോ. ഇനി പണമായിട്ട് വരണല്ലോ. ഈ പണമായിട്ട് വന്നാലേ ഇവർ ചെയ്യുള്ളൂ. ഇത് ചോദിക്കാൻ ചെന്ന നമ്മളെ ഗുണ്ടകളുമായി പെരുമാറാണ് അവര്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാന്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ഇവിടുത്തെ സ്റ്റാഫുകള് ഗുണ്ടായിസം കാണിക്കുകയാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ഇതേ മാർഗമുള്ളൂ. ഈ കുടുംബത്തിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നീതി കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ്. നമ്മൾ ഏതൊരു വിഷയത്തിലും ആദ്യം അതിന്റെ ഔദ്യോഗികമായിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സംസാരിക്കണം എന്നാണല്ലോ. 2 or 3 തവണ സംസാരിക്കാൻ നമ്മൾ സംസാരിച്ചതാണ്. ഈ രോഗികളോട് രോഗിയുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞ വാക്കുകളൊന്നും ഈ ഹോസ്പിറ്റലിലെ ആളുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വളരെ കൃത്യമായിട്ട് അവർ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മളിവിടെ വന്ന് സംസാരിച്ച സമയത്ത് കണ്ടോണം കൂട്ടിക്കോ എന്താച്ചാ ചെയ്തോ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ അധികാരികൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും സമാധാനപരമായിട്ട് പൊതുജനങ്ങളെയും മറ്റും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സമരമാണ് നമ്മൾ നടത്തുന്നത്. രോഗികളെ ബുദ്ധിമുട്ടാക്കണമെന്നോ വേറൊരാളെയും ബുദ്ധിമുട്ടാക്കണമെന്നോ നമുക്ക് ആർക്കും ആഗ്രഹമില്ല. പക്ഷെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സംവിധാനം നമ്മുടെ ആശുപത്രികളിൽ വേണം. നമുക്കറിയാം ഇപ്പൊ എത്രയോ ഇൻസിഡന്റുകളാണ് വരുന്നത്. ഗവൺമെന്റ് ആശുപത്രികളിലായാലും പ്രൈവറ്റ് ആശുപത്രികളിലായാലും നമ്മുടെ പൗരന്റെ ചികിത്സയും അവരുടെ ജീവനും രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യം മുമ്പോട്ട് പോകുമ്പോൾ ശക്തമായ പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും ഈ തരത്തിലും മറ്റുള്ള രീതിയിലും സമരം ഞങ്ങൾ ശക്തമാക്കും. ഈ രോഗി ഇപ്പൊ ആവശ്യപ്പെടുന്നത് വേദന സഹിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ഈ വേദന സഹിച്ചിട്ടാണ് ഈ രോഗി നിൽക്കുന്നത്. ഇപ്പൊ രോഗിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാലൊന്ന് മുറിച്ചു കൊടുക്കുമെന്നാ ചോദിക്കുന്നത്. എത്ര ദയനീയതാണ്. നമ്മളെ ഈ സംവിധാനം എന്താ ഉണരാത്തത്? ഇത്തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മുതൽ ഇതിന് ഒരു കംപ്ലൈന്റ് എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് എടുക്കാൻ പറ്റില്ല, ഉപഭോക്തൃ കോടതിയിലേക്ക് പോകാനാ പറയുന്നത്. ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളിന്റെ കാല് സ്വാധീനം നഷ്ടപ്പെട്ടിട്ട് അവരോട് ഉപഭോക്തൃ കോടതിയിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാനാ പറയുന്നത്. എന്ത് സംവിധാനമാണിത്? ഇത്ര വലിയ ഹോസ്പിറ്റലിനെ പേടിച്ചിട്ടാണോ പോലീസ് ഇത് പറയുന്നത്? ആ പാവത്തിന് വേദന സഹിക്കാൻ കഴിയായിട്ട് കാല് മുറിക്കാനാണ് ആവശ്യപ്പെടുന്നത്. എന്നാലെങ്കിലും വേദന നിൽക്കുമല്ലോ എന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള തമ്മാടിത്തരം നടത്തുന്ന ഹോസ്പിറ്റലിനെതിരെ എല്ലാം ദയവ് ചെയ്തിട്ട് എല്ലാവരും നോക്കുക. സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട്
ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊള്ളത്തരാണ് നടത്തുന്നത്. പക്ക തീവെട്ട് കൊള്ളാന്ന് പറയും. ഇങ്ങനെ നടത്തുന്ന ഈ ഹോസ്പിറ്റലിനെതിരെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു അനിശ്ചിതകാല എന്താ പറയാ സമരത്തിലേക്ക് പോകും. ഇത് ഈ വിഷയം ഈ ഹോസ്പിറ്റലിൽ പരിഹരിച്ചിട്ടില്ല, അധികൃതർ ഇതിനെതിരെ അവർക്കെതിരെ കേസ് എടുത്തിട്ടില്ലെങ്കിൽ അനിശ്ചിത കാലത്തേക്കുള്ള സമരത്തിലേക്ക് മുന്നോട്ട് പോകും. പറഞ്ഞുറപ്പിച്ച തുകയും അതുക്ക് മേലെയും കൊടുത്തിട്ടും മരപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഈ യുവാവ് ഇനി എന്ത് എന്ന യാതൊരു ഉറപ്പുമില്ലാതെ വേദന കടിച്ചമർത്തി കഴിയുകയാണ്. ആശുപത്രികൾ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയായ നബിൻ ഗോപാലിന് നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.